സുഹൃത്ത്, നമുക്ക് യഹോവയുടെ വേറൊരു കാര്യം ഞാൻ ഒരു വാക്ക് ഇത് തരാം. യു നോ വെൻ ഐ സിറ്റ്, വെൻ ഐ റൈസ്, യു പെർസീവ് മൈ തോട്ട്സ് ഫ്രം അഫാർ, ബിഫോർ ദ വേർഡ് ഇസ് ഇൻ മൈ ടങ്, ലോർഡ് യു നോ ഇറ്റ് കംപ്ലീറ്റ്ലി. അപ്പൊ ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോ സാംസിനകത്ത് ഇത് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് യഹോവയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ നമ്മുടെ ചിന്തയിൽ എന്താണുള്ളത്, നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ അതെ, നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ വിഡ്ഢി വായിക്കുന്ന പോലെ വായിക്കരുത്. ആ. ഒരു വലിയ ക്രൈം നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്, ക്രൈം സീനാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. കാരണം ഒരു മുഴുവൻ തിരുത്തി. ഇത് പുരാതന പുസ്തകമാണ്. പുരാതന പുസ്തകത്തിന്റെ പുരാതന പ്രതികൾ അവൈലബിൾ അല്ല. പുരാതന പുസ്തകത്തിന്റെ പുരാതന പ്രതികൾ എന്തല്ല അവൈലബിൾ. ഇപ്പൊ വലിയ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക നമ്മൾ. ഇപ്പൊ ഈ ക്രൈം സീന് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ പറ്റി 100 നല്ല സാക്ഷ്യം പറയുകയാണ്. ഇതുപോലെ തങ്കപ്പെട്ടൊരു മനുഷ്യനില്ല, ഇതുപോലെ അമ്പൂറ്റി മനുഷ്യനില്ല, പക്ഷെ പുള്ളി ക്രിമിനൽ ആണെന്നുള്ളതിന്റെ ഒരു 5 തെളിവ് കിട്ടിയാൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുവോ അതോ വെറുതെ വിടുവോ? അറസ്റ്റ് ചെയ്യും. ഇപ്പോ ഒരു 1000 കണ്ണിയുള്ള ഒരു ചങ്ങല വലിയ പൊക്കത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അതായത് വലിയൊരു മലയുടെ മുകളിൽ ജസ്ലി നിൽക്കുകയാണ്. അപ്പൊ ഈ മലയുടെ മുകളിൽ താഴോട്ടിറങ്ങാൻ വേണ്ടി മലയുടെ മുകളിൽ വലിയൊരു സംഭവം ഉറപ്പിച്ചിട്ട് അതേന്നൊരു ഇരുമ്പ് ചങ്ങല താഴോട്ട് ഇട്ടിരിക്കുകയാണ്. അതെ താഴോട്ട് ഇറങ്ങിപ്പോവാം. 1000 കണ്ണിയാണ് ഈ ചങ്ങലക്കുള്ളത്. അപ്പം അവിടെ നിൽക്കുന്ന ആൾ പറയാണ്, ഇതേ പിടിച്ച് താഴോട്ട് ഇറങ്ങിക്കൂ, ഭയങ്കര സ്ട്രോങ് ചങ്ങലയാണ്. പിന്നെ ഇതിനകത്ത് 2 കണ്ണിക്കൊരു ഇച്ചിരി പൊട്ടലുണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. 998 കണ്ണി ഓക്കെ എന്ന് പറഞ്ഞാൽ ജസലിന് അത് പിടിച്ചിറങ്ങുമോ? ഇല്ല, അതിനാ 2 ഉള്ളെന്ന്, ബാക്കി എല്ലാം പോയില്ലേ. അപ്പൊ ഈ യഹോവ എന്ന് പറഞ്ഞാല് ഒന്നാന്തരം പക്കാ ക്രിമിനലാന്ന് ബൈബിളിൽ തന്നെ വാക്യങ്ങൾ കിടക്കുമ്പോ, ബൈബിളിൽ തന്നെ ഇയാള് പക്കാ ക്രിമിനലാന്ന് വാക്യം കിടക്കുമ്പോ, പിന്നെ അയാൾ മഹാനാണ്, ലോകം മുഴുവൻ കൈ നീട്ടി നിൽക്കുന്ന ആളാണെന്നൊക്കെ വേറെ വാക്യം ഉണ്ടെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു വള്ളത്തേല് ഒരു ഓട്ടം പോരെ? ആ ഒരു ഓട്ടം ഉണ്ടെങ്കിൽ പോയില്ലേ, ലൈഫ് പോയില്ലേ? അപ്പൊ പിന്നെ യഹോവ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അപ്പോ യഹോവ ഭക്തന്മാർ, ഇനി ബൈബിളിനകത്ത് നമ്മൾ വായിക്കുമ്പം യഹോവ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ യഹോവയെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ ഒരു ക്രൈം സീൻ വായിക്കുന്ന പോലെ വായിക്കണമെന്നാണ് ശിബിച്ചാൻ പറയുന്നത്. കാരണം ഇത് ഫുള്ള് റിഡാക്റ്റഡ് ആണ്. വായിക്കണം, വായിച്ച് നമ്മളത് കണ്ടെത്തണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഈ യഹോവ പിന്നെ സർപ്പങ്ങളെ അയച്ചു ജനത്തിന്റെ ഇടയിൽ. സർപ്പങ്ങളെ അയച്ചു. സർപ്പങ്ങൾ വന്ന് അവരെ കടിച്ചു. അവര് ചാകാൻ തുടങ്ങി. അപ്പൊ ജനം മോശയോട് നിലവിളിച്ചു. അപ്പൊ മോശ എന്ത് ചെയ്തു? യഹോവയാണ്. ആരാണ് സർപ്പങ്ങളെ വിടുന്നേ? യഹോവ. അപ്പൊ സ്വാഭാവികമായിട്ട് യഹോവയോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മോശ എന്താ പ്രാർത്ഥിക്കണ്ടേ? എന്റെ യഹോവ, ഈ സർപ്പങ്ങളെ ഒന്ന് വിഡ്രോ ചെയ്യണം, വിടുന്ന പരിപാടി നിർത്തണം, അങ്ങനെയല്ലേ പറയണ്ടേ? അതെ. പക്ഷെ മോശ പ്രാർത്ഥിച്ച അക്ഷേരയോടാണ്. മോശ പ്രാർത്ഥിച്ചപ്പോ ഒരു അക്ഷേര സ്തംഭം പാളയത്തിന് നടുവിൽ ഉയർത്താനാ കൽപ്പന കിട്ടി. യഹോവ സ്തംഭം ഉയർത്താൻ കൽപ്പിക്കൂ? യാതൊരു സ്തംഭവും നിന്റെ അതിർത്തിക്കകത്തെങ്ങും ഉയർത്തരുത് എന്ന് പറഞ്ഞ ആളാ യഹോവ. യാതൊരു സ്തംഭവും നിന്റെ അതിർത്തിക്കകത്തെങ്ങും ഉയർത്തരുത് എന്നാ യഹോവ പറയുന്നത്. യഹോവയെ ധിക്കരിച്ചിട്ടാണ് പാളയത്തിന്റെ നടുവിൽ എന്ത് ഉയർത്തിയത്? ഈ അക്ഷേര സ്തംഭം ഉയർത്തുക. ആ അക്ഷേര സ്തംഭത്തെ നോക്കുമ്പോ ആളുകൾ സുഖപ്പെടുക. അപ്പൊ യഹോവയുടെ പാമ്പ് അപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുക? വന്നോണ്ടിരിക്കുക. അപ്പൊ യഹോവയാണ് പറഞ്ഞെങ്കിൽ യഹോവ ആദ്യം എന്ത് ചെയ്യണം? പാമ്പിനെ വിടുന്നത് നിർത്തണം. എന്നിട്ട് കടിയേറ്റവരെ സുഖപ്പെടുത്തണം. അതേപരം ഈ അക്ഷേര സംഭവം ഉയർത്തിയപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുക? യഹോവയുടെ പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷേര എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ യഹോവ ഭക്തന്മാരായ പുരോഹിതന്മാര് പറഞ്ഞ എന്നാന്നറിയോ? അക്ഷേരയുടേത് മന്ത്രവാദമാണ്. മന്ത്രം ചൊല്ലി ഇവരെ സുഖപ്പെടുത്തിയത്. അപ്പൊ മന്ത്രവാദികൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ശകുനവാദി, ലക്ഷണവിദ്യക്കാരൻ, മഷിനോട്ടക്കാരൻ, മന്ത്രവാദി, ഇവരെല്ലാം കൊല്ലണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു ഹെൽപ്പും
മനുഷ്യർക്ക് കിട്ടരുത്, ഉം. ഇതൊന്ന് അറിയിക്കണം. മനസ്സിലായോ? അപ്പോ യഹോവ അവിടെ തോറ്റു. യഹോവയുടെ പാമ്പുകൾ വന്ന് കടിച്ചാലും ആര് സുഖപ്പെടുത്തി? അശേര് സുഖപ്പെടുത്തി. അക്ഷരസ്ഫുടം. ഇനി യഹോവയാണ് ഈ സർപ്പത്തെ ഉയർത്തിയെന്ന് പിൽക്കാലത്ത് ഇവർ എഴുതി വെച്ചു. അത് അവരുടെ ഏറ്റവും വലിയ അബദ്ധം. അങ്ങനെയാണ് പിന്നെ യഹോവയ്ക്ക് പാമ്പിനെ വിടുന്ന പണി അങ്ങ് നിർത്തിയാൽ പോരെ, പ്രത്യേകിച്ച് അവിടെ കൊണ്ടേ. ഉം. അതായത് അള്ള് പഞ്ചറൊട്ടിക്കാൻ വേണ്ടി അള്ള് വെക്കുന്ന പരിപാടി. അപ്പൊ Yeah. ഇതൊക്കെയാണ് ഈ പലരും ഈ ബൈബിൾ വായിച്ചിട്ട് വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. ഇത് തരംതിരിച്ചു കൊടുക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ജസലിന് ഒരു പഞ്ചറൊട്ടിക്കൽ ഷോപ്പ് നടത്തുകയാണ്. അപ്പൊ അപ്പുറത്തെ ആള് ജസലിൽ തന്നെ പോയി എന്ത് ചെയ്യാണ്? കള്ള് വെക്കുക. വണ്ടിക്കൊക്കെ അള്ളു വെക്കുകയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴേക്കും വേറെ കുറെ പഞ്ചറാവും, അപ്പൊ ഒട്ടിക്കാമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി അങ്ങനെയല്ലത്. ഇത് രണ്ട് എൻറ്റിറ്റിയാണ്. അവിടെ ഈ അക്ഷരയാണ് നിൽക്കുന്നത്. അതിന് തെളിവ് ഞാൻ തരാം. യെരമ്യാവിനോട് ദൈവം പറയുന്നുണ്ട്, ഇത് നോക്കി എന്താ പറഞ്ഞിരിക്കുന്ന അറിയോ? കണ്ടോ, വാക്യം കണ്ടോ? ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലികളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. പണ്ടയച്ചതിന് മന്ത്രം ഫലിച്ചെന്ന് പുള്ളി സമ്മതിച്ചു. ഇപ്രാവശ്യം വിടാൻ പോണത് ഇച്ചിരി അഡ്വാൻസ് സാധന. ഞാൻ സർപ്പങ്ങളെയും, അതായത് അയൺഡോമിന് പിടിക്കാൻ പറ്റാത്ത മിസൈലിനെ വിടും എന്ന് ഇറാൻ പറയുന്നതല്ലേ. ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലികളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും, അവ നിങ്ങളെ കടിക്കും. യഹോവയുടെ അരുളപ്പാട്. എന്തൊരു അരുളപ്പാടാ നേരത്തെ? ഒരു ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഞാൻ പാമ്പിനെ വിട്ടു നിന്നെ കടിപ്പിക്കും എന്നുള്ളത്. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. അപ്പൊ ഇത് ദുർമൂർത്തി അല്ലേ? ഇതാണോ നല്ല ദാനവും തികഞ്ഞ വരവും വരുന്നേ പാർട്ടി? ഞാനിപ്പോ ഒരു തികഞ്ഞ ബന്ധുക്കോസുകാരന്റെ സ്റ്റാൻഡിൽ നിന്ന് ചോദിക്കാം. അല്ലേലും ഇയാള് എനിക്ക് പണ്ടേ സംശയമുണ്ട്. അതെ. ഇപ്പം ശിബിച്ചാൻ പറയുന്ന കാര്യം സ്ക്രിപ്റ്റേഴ്സ് വായിക്കുമ്പോ നമ്മള് ഇപ്പൊ ബന്ധുക്കോസുകാരന് വേണ്ട, ഒരു തികഞ്ഞ കരിസ്മാറ്റിക് എന്നുള്ള രീതിക്കോ, ഒരു തികഞ്ഞ മറ്റേ അച്ഛന്റെ ഫാൻ എന്നുള്ള രീതിക്കോ ഒക്കെ കുറെ പേരുണ്ട്. നമ്മൾ അത്രയ്ക്ക് നല്ല ഡീപ്പായിട്ട് ഈ ബൈബിൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കിടക്കുന്നവരോ അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ അവരുടെ സ്റ്റാൻഡിൽ ഇരിക്കുന്നത്, ഇത് നമ്മുടെ ബൈബിളിനെ കാണുന്നത്, പൊതുവെ ഒരു ബന്ധക്കോസുകാരൻ കാണുന്നത് ഇതിലുള്ള വാക്യങ്ങളെല്ലാം സത്യമാണ്, ഇതിൽ നിന്നൊരെണ്ണം പോലും കള്ളമല്ല, ഇതിനകത്തൊന്നും തിരുത്തിയിട്ടില്ല, ഇതെല്ലാം ദൈവത്തിന്റെയാണ്, ഇതിനകത്ത് ഒരു വാക്യം പോലെ തിരുത്താനോ വായിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയും. അപ്പൊ അത്രയും പരിശുദ്ധമായ ഇത് മാറ്റമില്ലാത്ത വചനങ്ങളായ ദൈവത്തിന്റെ വചനങ്ങള് റിഡാക്ട് ചെയ്തു എന്ന് ശിവച്ചായൻ പറയുമ്പോൾ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് ഈ ക്രൈം സീൻ വായിക്കുന്നവർ ഇത് എങ്ങനെ വായിക്കാൻ പറ്റും? ഞങ്ങളെ പോലെയുള്ള ഒരു തികഞ്ഞ കരിസ്മാറ്റിക് ബൈബിൾ റിഡാക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്കോളേഴ്സ് പറയട്ടെ. ഇപ്പൊ ഈ ബൈബിളിന്റെ ടെക്സ്ച്വൽ ക്രിറ്റിസിസവും അതിന്റെ സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾ വ്യാപകമായിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് തിരുത്തിയിട്ടില്ല, തിരുത്തപ്പെടാത്ത പുസ്തകമാണ് എന്നുണ്ടെങ്കിൽ പൊരുത്തക്കേടില്ലാത്ത ഏറ്റവും ഏൻഷ്യൻ കോപ്പി കാണിക്കണം. ബൈബിള് തിരുത്തിട്ടുണ്ടെന്ന് ബൈബിൾ വാക്കുണ്ട്. യെരമ്യാ 8:8. ഞങ്ങൾ ജ്ഞാനികൾ യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുപോലെ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. അടകടലെ തിരുത്തിയെന്ന് യെരമ്യാ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട് അതിന്റെ. അതെ അതെ, എല്ലാ ബന്ധുക്കൂസാരും ഓരോ 3G കണക്ഷൻ എടുത്തു വെക്കുക.